തെറ്റായ കേസിൽ പിടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയെയും പയ്യനെയും രക്ഷിക്കാൻ വേണ്ടി ഒരു വക്കീൽ കോടതിയിലേക്ക് കയറിയതും അവൻ കോടതിക്കകത്ത് ഒരു വലിയ ശബ്ദം പ്ലേ ചെയ്തു. അവിടെയുള്ള ആളുകൾ അവരുടെ ചെവി പൊത്തിപ്പിടിച്ചെങ്കിലും ആ പയ്യനും പെൺകുട്ടിയും മാത്രം അവരുടെ ചെവി പൊത്തിയില്ല. കാരണം സഹോദരങ്ങളായ ആ പയ്യനും പെൺകുട്ടിക്കും ചെവി കേൾക്കുകയോ അവർക്ക് സംസാരിക്കാനോ സാധിക്കില്ല. ശേഷം ആ വക്കീല് അവരുടെ മുന്നിൽ കുറ്റം നടന്ന സ്ഥലത്തെ CCTV ഫുട്ടേജ് കാണിച്ചു. അതിൽ കൊല്ലപ്പെട്ടവൻ ആ പെൺകുട്ടിയെ താഴേക്ക് തള്ളിയിട്ട് നിന്നെ ഞാൻ തീർക്കുമെന്ന രീതിയിൽ ചെവി കേൾക്കാത്ത ആ പെൺകുട്ടിയോട് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവളുടെ അനിയൻ ഒരു കൂർത്ത സാധനം ഉപയോഗിച്ച് അവന്റെ ദേഹത്ത് കുത്തിയത്. ശേഷം വക്കീല് ജഡ്ജിനോട് ആ പയ്യൻ അവനെ കുത്തിയതിനു ശേഷം അവന്റെ കൈ ഉപയോഗിച്ച് പോലീസിനെ വിളിക്കാൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവൻ ആ പയ്യനെ കുത്തിയ ഉടനെ ആ പെൺകുട്ടിയോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞിരുന്നു. കാരണം അവൻ സ്വമേധയാ പോലീസിന് കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇത് കേട്ട് കാര്യം മനസ്സിലാക്കിയ ജഡ്ജിന് അവൻ ആ വീഡിയോയുടെ അവസാനം ആ പയ്യൻ കൈകൊണ്ട് കാണിക്കുന്ന മറ്റൊരു ആംഗ്യം കാണിച്ചു കൊടുത്തു. കാരണം കുത്തുകൊണ്ട് നിലത്ത് കിടക്കുന്ന ആ പയ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ കൃത്യസമയം അവന് ചികിത്സ ലഭിക്കാത്തത് കാരണമാണ് അവന്റെ ജീവൻ പോയത്. അങ്ങനെ ആ വക്കീലിന്റെ മിടുക്കു കാരണം ആ പയ്യൻ ചെയ്തത് ഒരു ജീവൻ രക്ഷിക്കുകയും സ്വയം രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരാൾ ഇല്ലാതാക്കേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കി കോടതി അവന്റെ ശിക്ഷ വെറും 6 മാസത്തേക്കാക്കി ചുരുക്കുന്നു.